ഹായ് കൂട്ടുകാരെ, നിങ്ങൾ കണ്ട ഈ ബ്ലോക്ക് ഇത് എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ എറണാകുളത്ത് കാക്കനാടും തൃക്കാക്കര ഭാഗങ്ങളിലുള്ള എടപ്പള്ളി ഭാഗങ്ങളിലുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ടാവും. കാരണം ഒരു മാസമായിട്ട് അവർ നല്ലപോലെ ബുദ്ധിമുട്ടുന്നതാണ്, കൂടെ ഞങ്ങളും. കാരണം ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാസമായിട്ട് തുടങ്ങിയ ഒരു കഷ്ടമാണ് കേട്ടോ. ഇത് എന്താണ് ഇതിനൊരു അറുതി വരുത്താത്ത, അധികൃതർ എന്തുകൊണ്ടാണ് ഇത് ശരിയാക്കാത്തത് എന്നുള്ള അറിഞ്ഞുകൂടാ. തൃക്കാക്കര അമ്പലത്തിൻ്റെ മുമ്പിലായിട്ട്, അതായത് ടെമ്പിൾ റോഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ നല്ലൊരു കുഴി, ഒരു ഗർത്തം വന്നിട്ടുണ്ട്. ഒരു മാസത്തോളമായി അത് പൈപ്പിൻ്റെ എന്തെങ്കിലും ചെയ്തതാണോ, വാട്ടർ അതോറിറ്റി എന്തെങ്കിലും ചെയ്തതാണോ, PWDയുടെ ഫാൾട്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഒരു മാസമായി അവിടെ വന്നിട്ട്, അവിടെ അങ്ങനെ ഒരു കുഴി വന്നിട്ട് വാട്ടർ അതോറിറ്റി എന്തിനേലും കുത്തി പൊളിച്ചാണോ എന്ന് അറിഞ്ഞുകൂടാ. അവിടെ അതിന് മുമ്പ് കുറച്ച് കല്ലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മാസമായി ഇതുവരെ അത് ക്ലിയർ ചെയ്തിട്ടില്ല. അത് കാരണം രാവിലെ ഒരു ഓഫീസിലോട്ട് 9:30 എത്തേണ്ട ആളുകൾ ഇപ്പോൾ 7 മണിക്കും 6 മണിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥയാണ്. മണിക്കൂറുകൾ നിന്നിട്ടാണ് അമ്പലം, ആ തൃക്കാക്കര അമ്പലം ഒന്ന്, അതായത് നമ്മുടെ ജഡ്ജി മുക്കിൻ്റെ അവിടെ നിന്ന് തൃക്കാക്കര അമ്പലം ഒന്ന് പാസ് ചെയ്യണം. ഏറിക്കഴിഞ്ഞാൽ 1 കിലോമീറ്റർ കഷ്ടിയുള്ളൂ അങ്ങോട്ട്. ആ 1 കിലോമീറ്റർ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ നിൽക്കണം. ഇത് വെറുതെ പറയുന്നതല്ല, ഇതുവഴി പോകുന്നവർ അനുഭവിക്കുന്നതാണ്. ആ ടെമ്പിൾ റോഡിൻ്റെ അവിടെ ഒരു കുഴിയുണ്ട്, അതിൻ്റെ അവിടേക്കുള്ള ബ്ലോക്കാണ് ഇപ്പോൾ ഈ കാണുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അമ്പലം കഴിഞ്ഞ് ഉടനെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, ആ ഓഡിറ്റോറിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് അടുത്ത കുഴി. ഈ 2 കുഴിക്കും വേണ്ടിയിട്ട് എത്ര ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ടെന്നറിയോ? ഇതിന് ദിവസം എത്ര രോഗികൾ പോകുന്നുണ്ടാവും, എത്ര ആംബുലൻസുകൾ പോകുന്നുണ്ടാവും. ഇതെന്തുകൊണ്ട് ഇവർ ക്ലിയർ ആക്കുന്നില്ല? എന്താ ഇത് ക്ലിയർ ആക്കുക ഇത്ര ബുദ്ധിമുട്ട് അവർക്ക്? കുറച്ച് കോൺക്രീറ്റ് വാരിയിട്ടാൽ ശരിയാവില്ലേ? തൽക്കാലത്തേക്ക് ശരിയായിക്കൂടെ? അല്ലെങ്കിൽ കുറച്ച് ടാറ് കൊടുന്ന്, അല്ലെങ്കിൽ റെഡിമെയ്ഡ് ടാറൊക്കെ അവർ കൊടുന്ന് പൊട്ടിച്ചിടാറുണ്ടല്ലോ ചാക്കിൽ. അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൂടെ? എന്താണ് ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് എന്താ അവർ കിട്ടുന്നത്? ഞാനൊരു പാർട്ടിനെയും കുറ്റം പറയുന്നതല്ല, ഇത് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ തന്നെ ഒരു കൊറിയർ എമർജൻസി ആയിട്ട് ട്രെയിന് പോകുന്നതിൻ്റെ മുന്നേ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. 8 മണിക്ക് ഇറങ്ങിയിട്ട് 9:45 10 മണിൻ്റെ അടുത്തായിട്ടാണ് ഞങ്ങൾ നോർത്ത് റെയിൽവേക്ക് എത്തിയത്. അതായത് ഒരു 15 കിലോമീറ്റർ ഓടാൻ 2 മണിക്കൂറിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് തന്നെ ആവശ്യം വന്നത്. അപ്പോൾ ഇതുപോലെ എത്ര എമർജൻസി ആയിട്ട് പോകുന്ന ആളുകളുണ്ടാവും ഇതിൽ, എത്ര രോഗികളുണ്ടാവും ഇതിൽ, എത്ര ഗർഭിണികളുണ്ടാവും. എന്തിനാണ് നിങ്ങളിങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇത് നിങ്ങൾക്കൊന്ന് ടാർ ചെയ്തുകൂടെ? അല്ലെങ്കിൽ ഒന്ന് കോൺക്രീറ്റ് ചെയ്തുകൂടെ? ഇത് കണ്ടോ, ഈ ഒരു ഭാഗം കൂടി ഉണ്ട്. രണ്ടാമത്തെ ഈ ഗട്ടറാണ് ഈ കാണുന്നത്, ആ വൈറ്റ് കാർ നിൽക്കുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്നത്. അത് കഴിഞ്ഞാൽ കണ്ടോ ഞങ്ങൾ ഫ്രീ ആയി. ഇപ്പോൾ റൈറ്റ് സൈഡിൽ നോക്കിയേ, ആ 2 ഗട്ടർ കാരണം കാത്തു നിൽക്കുന്ന ആളുകളാണ്. എത്ര ആളുകളാണ് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ടും ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടും, അങ്ങനെ കൊച്ചു കുട്ടികളും പെണ്ണുങ്ങളും എല്ലാവരും കാത്തു നിൽക്കുന്ന നോക്കിയേ. ഇതിൻ്റെയൊക്കെ ഉത്തരവാദികൾ ആരാണ്? PWD ആണോ, അതോ വാട്ടർ അതോറിറ്റി ആണോ, അതോ ആരാണ്? ആരോടാണ് നമ്മളിതൊക്കെ പറയേണ്ടത്? എത്ര നാൾ ഇതൊക്കെ നമ്മളിനി കാണണം?